ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തെറ്റ് ചെയ്താൽ പല്ലവിക്ക് കുഞ്ഞിനെ വഴക്കു പറയാം, തിരുത്താം. അല്ലാതെ എന്റെ കൊച്ചിനെ തല്ലാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അതെ, അവളൊരു വയ്യാത്ത കുട്ടിയല്ലേ. ആ പരിഗണന നമ്മളല്ലാതെ വേറെ ആരാ അവൾക്ക് കൊടുക്കേണ്ടത്? ഏത് മറ്റേ ഇന്ദ്ര ടിവിയുടെ? അതെ, അത് തന്നെ. ഈ വാർത്ത കേട്ടപ്പോ എനിക്കും ഇതേ ഞെട്ടല് തന്നെയായിരുന്നു. പിന്നെ നിന്റെ അമ്മ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞപ്പോഴാ ഞാനും വിശ്വസിച്ചു. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഇതൊരു ലോട്ടറിയാ. അതെ, നിന്റെ ഭാഗ്യം മോളേത്. ഇനി ആ പയ്യന് നിന്നെ ഇഷ്ടപ്പെടണം. അതിന് നമ്മുടെ കൊച്ചിനെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ദേവനല്ലേ ഇവിടെ. താങ്ക്സ് അപ്പച്ചി. മോൾ ഒരു കാര്യം ചെയ്യും, നല്ല പാർലറിലൊക്കെ പോയി മുഖം ഒന്ന് സെറ്റാക്ക്. അതിന്റെ പൈസ വേണമെങ്കിൽ അപ്പച്ചി തരാം. അതെ, മോള് ചെല്ല്. നിന്നെ കാണുമ്പോഴേ ആ പയ്യൻ ഫ്ലാറ്റ് ആവണം. അതിപ്പോ ഈ അഷിതയെ കണ്ട മയങ്ങാത്ത പയ്യന്മാരുണ്ടോ? പിന്നെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ പാർലറിൽ പോയേക്കാം. എന്നാ വേഗം ചെല്ല്. ചെല്ല്. സ്പോൺസേഴ്സ് പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനല്ല നമ്മൾ ചാനൽ നടത്തുന്നത്. അവിടെ ഞാൻ പറയുന്നതിനപ്പുറം വേറെ ഒന്നും ചെയ്യണ്ട. അവർക്ക് പലതും പറയാം, പക്ഷെ ചാനലിന്റെ റെപ്യൂട്ടേഷനാണ് എനിക്ക് വലുത്. പണത്തിന് വേണ്ടി അത് വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. ഓക്കെ? നീ ചെയ്യുന്നേ മോളെ ശരി. സത്യത്തിൽ മോളിങ്ങനെ പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുക. നമ്മുടെ ചാനൽ ഇന്ന് നമ്പർ 1 ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മോൾ ഒരാൾ കാരണം മാത്രമാണ്. അതൊന്നും എന്റെ മാത്രം കഴിവല്ല ചെറിയച്ച. അച്ഛനും ചെറിയച്ഛനും ചെയ്തു പോന്ന കാര്യങ്ങളാണ് ഞാനും ചെയ്യുന്നത്. പിന്നെ എനിക്ക് മാത്രമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. നിങ്ങൾ എല്ലാവരുടെ അധ്വാനവും നമ്മുടെ വിജയത്തിന് പിന്നിലുണ്ട്. എനിക്കിപ്പോ ബിസിനസിനേക്കാൾ എല്ലാം വലുത് പൃഥ്വിയുടെ വിവാഹമാ. അതൊന്നും ഭംഗിയായി നടക്കുന്നത് വരെ മറ്റൊന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ആ കാര്യത്തിൽ ഇത്ര ധൃതിയുടെ ആവശ്യമുണ്ടോ മോളെ? ഉണ്ട്. വിവാഹം ഇനി വൈകിക്കൂടാ. അഷിതയും വീട്ടുകാരെയും പുറത്തൊരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യാന്നുള്ളതാ എന്റെ തീരുമാനം. ഹോട്ടലിലോ? അതെ. അതെന്താ അങ്ങനെ? നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ വെച്ചായാൽ അത് അവർക്കും മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടാവും. നമ്മളെക്കാൾ സാമ്പത്തിക ശേഷി കുറഞ്ഞവരാണെന്നുള്ള ചിന്ത തോന്നാൻ പാടില്ലല്ലോ. എല്ലാം മോളുടെ ഇഷ്ടം പോലെ. നീ എന്ത് ചെയ്താലും അതിലൊരു ശരിയുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാര്യങ്ങൾ എന്നേക്കാൾ പക്വതയോടെ നോക്കിക്കണ്ട് ചെയ്യാനും മോൾക്ക് സാധിക്കും. പൃഥ്വിയുടെ വിവാഹകാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റില്ല എന്ന് ഉറപ്പുണ്ട്. നിന്റെ ഈ വിശ്വാസമാണ് എന്റെ ധൈര്യം. ഹലോ, ഞാനിപ്പോ അയക്കാം. ഒരു മിനിറ്റ്. ഓക്കെ മോളെ. ടെൽ മീ. ഓക്കെ. മഹിയേട്ടൻ എന്ത് വിവരക്കേടായി കാണിക്കുന്നത്? എന്ത്? നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്തൊരു വിവാഹം എന്റെ മകന് നടത്തി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് എന്തെത്ര വാശി? ഈ വിവാഹം തീരുമാനിച്ചത് പൂർണിമയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മറിച്ചൊരു സംസാരത്തിന്റെ ആവശ്യമില്ല. അതെന്താ? ഞാൻ അവന്റെ അമ്മയല്ലേ. എന്റെ മകന്റെ കല്യാണത്തെ കുറിച്ച് എനിക്ക് അഭിപ്രായം പറഞ്ഞൂടെ? കോടീശ്വരന്മാരായ ഒരുപാട് പെൺകുട്ടികൾ എന്റെ മോനെ കെട്ടാൻ ക്യൂ നിക്ക. അപ്പോഴാ ഈ ദാരിദ്ര്യ കല്യാണം. ഞാൻ ഇതിന് സമ്മതിക്കില്ല. നിന്റെ സമ്മതത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. പൂർണിമയുടെ വാക്കാണ് ഈ വീട്ടിലെ അവസാന തീരുമാനം. അതേ നടക്കൂ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? നിക്ക്. കളക്ടർ ഉദ്യോഗം കഴിഞ്ഞ് തിരിച്ചു വന്നോ? എവിടെയായിരുന്നടി ഇതുവരെ? സ്കൂള് വിട്ടാ പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്തണമെന്ന് അറിയില്ല നിനക്ക്? ഞാൻ വൈകിട്ടില്ല. സ്കൂള് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാ പോകുന്നത്. നിന്നെ കാണാനുള്ള കൊതി കൊണ്ടല്ല വേഗം വരണോന്ന് പറഞ്ഞത്. ഇവിടത്തെ ജോലികൾ ചെയ്യാനാ. നിന്ന് താളം ചവിട്ടാതെ വേഗം പണിയെടുക്കടി പോയി. ശരി. അടുക്കളയിൽ കുറെ പാത്രങ്ങൾ കഴുകാനുണ്ട്, വേഗം പോയി കഴുകി വെക്കും. പറഞ്ഞതെല്ലാം കേട്ടല്ലോ. പിന്നെ എന്തിനാ കണ്ണും മിഴിച്ച് ഇവിടെ നിൽക്കുന്നേ? വേഗം പോയി ജോലി തീർക്ക്. ഓ, ഈ നാശം പിടിച്ചവള് വന്ന് കേറുമ്പോഴേ മനുഷ്യന്റെ സമാധാനം പോവും.
എന്താടി? അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം പറയാം. എവിടെ വെച്ച് കാണാന്നാ പൂർണിമ പറഞ്ഞത്? പുറത്തെവിടെയെങ്കിലും ഹോട്ടലിലോ റിസോർട്ടിലോ മതിയെന്ന് അവര് പറഞ്ഞത്. ആ, പക്ഷേ വീട്ടിൽ നിന്ന് എല്ലാവരും ചെല്ലണം, അതാ പ്രശ്നം. അതിനിപ്പോ എന്താ, നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് പോവാം. അതല്ല നാഥൂനെ, അമ്മയും ആ നാശം പിടിച്ച ദുർഗയെ ഒഴിവാക്കണ്ടേ? ആ. അതിനൊരു വഴി കണ്ടെത്തണം. അത് ശരിയാ, അമ്മയെ കൊണ്ടുപോയി എല്ലാം കൊളാവും. അതിനു മുമ്പ് ദേവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അതെ, ദേവേട്ടൻ കൂടെയില്ലെങ്കിൽ അതവർക്കൊരു സംശയമാവും. അത് പാടില്ല. ഈ വിവാഹത്തിന് ദോഷം വരുന്ന ഒരു കാര്യവും നമ്മൾ കാരണം ഉണ്ടാവാതെ നോക്കണം. അതിനൊരു വഴിയുണ്ട്. വാ. അതേടി, ഞാൻ പറഞ്ഞല്ലേ, ഹെയർ സ്പാ ഒക്കെ ഞാൻ നേരത്തെ ട്രൈ ചെയ്തിട്ടുള്ളതാ. സൂപ്പറാ, നീയും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നീ എപ്പോഴാ പോകുന്നേ? ഞാൻ വേണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് വെക്കാം. ശ്ശെ, എന്താടി സൗണ്ട് ഉണ്ടാക്കാതെ ഇരുന്നൂടെ? ആ പറയടി, ഞാൻ വിളിച്ചു പറയണോ? എടി ഞാൻ വിളിക്കാവേ. എന്തൊരു ശല്യ ഇത്! ഇതിനെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? ഒന്ന് അടങ്ങി ഇരുന്നൂടെ കൊച്ചെ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ സൗണ്ട് ഉണ്ടാക്കരുതെന്ന്. എന്തുവാ കൊച്ചെ? ഓ ശല്യപ്പെടുത്താതെ. ശ്ശേ. ഓ കൊച്ചെ, ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ. പല്ലവി, മോളെ, എന്താ പറ്റിയത്? എന്താ പല്ലവി ഇത്? നീ എന്തിനാ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നോക്കിയത്? പിന്നല്ലാതെ എത്രയെന്ന് വെച്ചാ ക്ഷമിക്കുന്നേ? ഞാൻ പറയുന്നൊന്നും ഇവള് അനുസരിക്കുന്നില്ല. നീ എന്താ പല്ലവി ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നത്? മോൾക്ക് കേൾക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? ആ സിമ്പതി ഇവളെ നന്നായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നെ ശല്യം ചെയ്യാൻ ഇവിടെ വന്ന് ഇത്രയും ശബ്ദം ഉണ്ടാക്കാൻ ഇവൾക്ക് അറിയായിരുന്നല്ലോ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ധ്വനി എന്നെ ശല്യം ചെയ്തതിന് ഞാൻ അവളെ അടിക്കാനും നോങ്ങി. അതിനെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ദുനിയെ തല്ലാൻ നോക്കിയെന്നോ? തെറ്റ് ചെയ്താൽ പല്ലവിക്ക് കുഞ്ഞിനെ വഴക്കു പറയാം, തിരുത്താം. അല്ലാതെ എന്റെ കൊച്ചിനെ തല്ലാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അതെ, അവളൊരു വയ്യാത്ത കുട്ടിയല്ലേ. ആ പരിഗണന നമ്മളല്ലാതെ വേറെ ആരാ അവൾക്ക് കൊടുക്കേണ്ടത്? അയ്യോ, ആരാ ഈ അയൺ ബോക്സ് ഓൺ ചെയ്ത് വെച്ചത്? അയ്യോ അയ്യോ, ഇതാരാ ഓൺ ചെയ്തു വെച്ചേ? ഇത് കണ്ടിട്ടാവും ധ്വനിമോള് ശബ്ദം ഉണ്ടാക്കിയത്. അതെ, പാവം കുട്ടിക്ക് പറയാൻ പറ്റില്ലല്ലോ. എടാ സൂക്ഷിച്ച്. ഓ, ഓഫ് ചെയ്തിട്ടെടുക്ക്. സ്വിച്ച് ഓഫ് ചെയ്യ്. നവദുർഗേ